photosynthesis, RUBP, C3 plant, diagrammatic representation of C4 advantages of C plant, dark reaction of photosynthesis നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് വേറെ 2 types of cells participate പറഞ്ഞിരുന്നു. പിന്നീട് സൈറ്റ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ സം ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. റൈറ്റ് എനി 3 external factors അത് പറഞ്ഞു. ഇന്റേണൽ ഫാക്ടേഴ്സ് പ്ലാന്റ്സ് അഡാപ്റ്റഡ് ടു നെയിം ദ ഫസ്റ്റ് C4 പാത്വേ അതും പറഞ്ഞിരുന്നു. പിന്നെ സൈക്ലിക് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇത് തമ്മിലുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് വരാറുണ്ട്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന ലൈറ്റ് റിയാക്ഷനാണ്. ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന ഒരു ലൈറ്റ് റിയാക്ഷനാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഫോട്ടോസിന്തസിസ് എന്തുണ്ട്, ഒരു ഡാർക്ക് റിയാക്ഷനും ഉണ്ട്, ലൈറ്റ് റിയാക്ഷനും ഉണ്ട്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ അതിൽ ലൈറ്റിൽ നടക്കുന്ന ലൈറ്റ് മസ്റ്റായിട്ട് വേണ്ട റിയാക്ഷനും ഉണ്ട്. ഇതിനകത്ത് ഒരു മിനിറ്റ്. ലൈറ്റിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈപ്പ് ഉണ്ട്. ഫോട്ടോസിന്തസിസ് ഈസ് ലൈറ്റ് മസ്റ്റായിട്ടും വേണ്ട റിയാക്ഷനാണ് ലൈറ്റ് റിയാക്ഷൻ. അത് ലൈറ്റ് അതിനകത്ത് ലൈറ്റിനോട് ഡയറക്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ അതിന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും ചെടി. അത് ഇനി വേറെ സാധനങ്ങളാക്കി പഞ്ചസാര ഉണ്ടാക്കുന്ന ആക്ച്വൽ സ്റ്റെപ്പാണ് ഡാർക്ക് റിയാക്ഷൻ. അപ്പോൾ ഈ ഡാർക്ക് റിയാക്ഷനാണ് നമ്മൾ ഈ C3 സൈക്കിള് RUBP കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിക്കും. എന്നിട്ട് പിന്നെ അതിനെ എന്താക്കും 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആക്കി മാറ്റും. പിന്നെ അതിന് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ബാക്കി ഇത് എങ്ങോട്ടേക്കന്നെ പോയിട്ട് വീണ്ടും RUBP ഉണ്ടാകും. അങ്ങനെ പറയുന്ന സൈക്കിള് കാൽവിൻ സൈക്കിള്, C3 സൈക്കിള്. പിന്നെ ചില ചെടികളിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേക മെക്കാനിസം ഉണ്ട്. ഓക്സിജൻ RUBPയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് C4 സൈക്കിള് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഡാർക്ക് റിയാക്ഷനാണ്. അതൊക്കെ പഞ്ചസാര ഉണ്ടാക്കുന്ന റിയാക്ഷനാണ്, ഡാർക്ക് ഗ്ലൂക്കോസ്. പക്ഷേ ഇത് ലൈറ്റ് റിയാക്ഷനാണ്. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATP അതുപോലെ ഈ എനർജിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, എനർജിക്ക് വേണ്ടിയിട്ടുള്ള ATP NADP ഇതൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് ലൈറ്റ് റിയാക്ഷൻ. ഈ ലൈറ്റ് റിയാക്ഷനിൽ ATPയും NADPയും ഒക്കെ ഉണ്ടാകും. മനസ്സിലായില്ലേ? ATPയും NADP സംഭവങ്ങളൊക്കെ ഉണ്ടാകും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് പിന്നെ എന്താ ചെയ്യുക? ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ATPയും NADPയും ഒക്കെ ഉണ്ടാകുന്ന ലൈറ്റ് റിയാക്ഷന് അതിൽ 2 എണ്ണം ഉണ്ട്. 2 രീതിയിൽ നടക്കും. ഒന്ന് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും ഉണ്ട്, മറ്റൊന്ന് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ 2 പിഗ്മെൻറ്റ്സ് ഉണ്ട്. ചെടിയിൽ എന്തുണ്ട്? ചെടിയിൽ ഇത് ഇലയാണ്. ഈ ഇലയിൽ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഉണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ട്. അപ്പോൾ 2 പിഗ്മെൻറ്റ് സിസ്റ്റങ്ങളുണ്ട്. പിഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ A, ഇതിനകത്തുള്ള കുറേ പിഗ്മെൻറ്റുകളാണ്, കളറുള്ള സാധനങ്ങൾ, കെമിക്കൽസ്. ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B. അപ്പം മെയിൻ ആൾ ക്ലോറോഫിൽ A ആയിരിക്കും. പിഗ്മെൻറ്റ് സിസ്റ്റത്തിലെ മെയിൻ ആളാരാണ്? ക്ലോറോഫിൽ A. അതായിരിക്കും ലൈറ്റ് വലിച്ചെടുക്കുക. അതിലേക്കാണ് ലൈറ്റ് എല്ലാവരും വലിച്ചെടുത്ത് കൊടുക്കുക. അപ്പം മെയിൻ എന്തുണ്ടാവും? ഒരു ക്ലോറോഫിൽ A ഉണ്ടാകും. ബാക്കി പിന്നെ ക്ലോറോഫിൽ B, കരറ്റിനോയിഡ്സ്, സാന്തോഫില്ല് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ പിഗ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പം ഇതാണ് ഇതിനകത്ത് പിഗ്മെൻറ്റ് സിസ്റ്റം 1. അങ്ങനെ ഒരു പിഗ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാകും. അതുപോലെ തന്നെ പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ടാകും. അപ്പോൾ 2 പിഗ്മെൻറ്റ് സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 2ഉം. അപ്പം ഈ 2 പിഗ്മെൻറ്റ് സിസ്റ്റത്തിലും ഏതാണ് സൈക്ലിക്കിൽ പങ്കെടുക്കുക, ഏതാണ് നോൺ സൈക്ലിക്കിൽ പങ്കെടുക്കുക? നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ 2ഉം ഉൾപ്പെടും. മനസ്സിലായില്ലേ? പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം ഉൾപ്പെടും, പിഗ്മെൻറ്റ് സിസ്റ്റം 2ഉം ഉൾപ്പെടും. അപ്പോൾ പിഗ്മെൻറ്റ് സിസ്റ്റം 2 എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1നെ P700 എന്നാണ് പറയുക, പിഗ്മെൻറ്റ് സിസ്റ്റം 2നെ P680 എന്നാണ് പറയുക. അപ്പോൾ 2ഉം ഇതിനകത്ത് പെടും. പിന്നെ അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 മാത്രമാണ്. 1 സൈക്ലിക്, 2 എന്താണ്? ബോത്ത് 1, 2 ഉണ്ടെങ്കിൽ അത് നോൺ സൈക്ലിക്കാണ്. അപ്പം നോൺ സൈക്ലിക്കിൽ എന്തുണ്ടാകും? 2 പിഗ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവും. പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം ഉണ്ടാവും, പിഗ്മെൻറ്റ് സിസ്റ്റം 2ഉം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ സൈക്ലിക്കിൽ ATP മാത്രമേ ഉണ്ടാകുള്ളൂ. ഇവിടെ ATP ഉണ്ടാകും, NADPH ഉണ്ടാകും, ഓക്സിജനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി
നോൺ സൈക്ലിക്കിലാണ് അപ്പോൾ എല്ലാം എന്തുണ്ടാവുക, അടിപൊളിയായിട്ടുള്ളത്. സൈക്ലിക് അത്ര അങ്ങ് പോരാ. സൈക്ലിക്കിൽ ATP മാത്രം അല്ലെങ്കിൽ ഒരു സിസ്റ്റം മാത്രം ഇൻവോൾവ്ഡ് ആവുന്നു. നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നോൺ സൈക്ലിക്കിൽ 2 പിഗ്മെൻറ്റ് സിസ്റ്റം ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 2ഉം. ATP ഉണ്ടാവുന്നുണ്ട്, NADPH ഉണ്ടാവുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അവിടെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം, വാട്ടറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നുണ്ട്. വാട്ടർ സ്പ്ലിറ്റിങ് നടക്കുന്നതും ഇതിലാണ്. ഇതിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് ഇല്ല. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി അതിനകത്ത് എഴുതാം. വാട്ടർ ഈസ് നോട്ട് സ്പ്ലിറ്റ് ഫസ്റ്റത്തേൽ. പക്ഷേ നോൺ സൈക്ലിക് എന്താണ്, അടിപൊളിയാണ്, വാട്ടറും സ്പ്ലിറ്റ് ആക്കും. പിന്നെ ഇപ്പോൾ സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ച് ഓരോരുത്തേക്ക് പോയാൽ അതേ ഇടത്തേക്ക് തന്നെ വരും. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ തിരിച്ച് പിഗ്മെൻറ്റ് സിസ്റ്റം 1 സ്റ്റാർട്ട് ചെയ്ത് പിഗ്മെൻറ്റ് സിസ്റ്റം 1 തന്നെ തിരിച്ച് വരും. ഇവിടെ ഇലക്ട്രോൺസ് അങ്ങനെ വരില്ല. പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഇങ്ങോട്ടേക്ക് പോയി, പിന്നെ അത് ഒരു Z സ്കീമിൽ ഇങ്ങോട്ടേക്ക് പോയി, പിന്നെ ഇങ്ങോട്ടേക്ക്, അങ്ങനെ ഒരു Z സ്കീമിലാണ് ഇത് ട്രാവൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പിക്ചർ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡ് വന്നു. അപ്പോൾ ഇതിപ്പം സാധാരണ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഇതെന്താന്ന് പോലും അറിയാത്ത ഒരാൾക്ക് പോലും ഫോട്ടോ ഫോസ്ഫോറിലേഷൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്, സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും ഉണ്ട്, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും ഉണ്ട്. അപ്പം ഇതാണ് ചോദിക്കുക, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ATP ഉണ്ടാകുന്നുണ്ട്, ATP മാത്രം. ഇവിടെ ATP ഉണ്ടാകുന്നുണ്ട്, NADP ഉണ്ടാകുന്നുണ്ട്, NADPH എന്ന് പറയാം, NADPH ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ATP മാത്രം ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അടുത്തത് അതിനകത്തുണ്ടാകുന്നത് സൈക്ലിക്കിൽ വെള്ളം സ്പ്ലിറ്റ് ആകുന്നില്ല. ഇവിടെ എന്തില്ല, വാട്ടർ ഈസ് നോട്ട് സ്പ്ലിറ്റ്, വാട്ടർ ഈസ് നോട്ട് സ്പ്ലിറ്റ്. ഇവിടെ വെള്ളം എന്താകുന്നുണ്ട്, സ്പ്ലിറ്റ് ആകുന്നുണ്ട്. ഇവിടെ എല്ലാം കൂടുതലാണ്, സ്പ്ലിറ്റ് ആകുന്നുണ്ട്, ATP ഉണ്ട്, NADPH ഉണ്ട്. ഇനി ഇവിടെ എന്താണ്, ഇവിടെ പിഗ്മെൻറ്റ് സിസ്റ്റം 1 മാത്രമേ ഉള്ളൂ, PS1 ഓൺലി. ഇവിടെ ബോത്ത് PS1 ആൻഡ് PS2, പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം 2ഉം പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പോയ ഇലക്ട്രോൺ, ഇത് ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറാണ്. ഇതിൽ പോയ ഇലക്ട്രോൺ എന്ത് ചെയ്യും, തിരിച്ച് പിഗ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് തന്നെ വരും. സോ ഇലക്ട്രോൺസ് റിട്ടേൺ ടു പിഗ്മെൻറ്റ് സിസ്റ്റം 1, ഇലക്ട്രോൺസ് റിട്ടേൺ ടു പിഗ്മെൻറ്റ് സിസ്റ്റം 1. ഇവിടെ ഇല്ല, ഇലക്ട്രോൺസ് ഡസ് നോട്ട് റിട്ടേൺ. ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ഒരു നോൺ സൈക്ലിക് ആണ്, അത് തിരിച്ച് വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല, അത് തിരിച്ച് വരുന്നില്ല പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്ക്. അതെന്താ ചെയ്യുന്നത്, ഒരു Z സ്കീമിൽ ട്രാവൽ ചെയ്യുന്നു. ഇലക്ട്രോൺ ട്രാവൽ ഇൻ Z സ്കീം, ഇലക്ട്രോൺ ട്രാവൽ ഇൻ Z സ്കീം, ഇലക്ട്രോൺ ട്രാവൽ ഇൻ Z സ്കീം. അപ്പം ഇതാണ് സൈക്ലിക്കിൻ്റെയും നോൺ സൈക്ലിക്കിൻ്റെയും. ഇനി ഇതെന്താണ് സംഭവം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ സംഭവം നിങ്ങൾ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. സോ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും. അതിന് മുന്നേ നിങ്ങൾ എന്താണ് ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 1, പിഗ്മെൻറ്റ് സിസ്റ്റം 2 എന്നറിയണം. അപ്പോൾ 2 മെയിൻ പിഗ്മെൻറ്റ് സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് ഫോട്ടോ സിസ്റ്റം 1, ഫോട്ടോ സിസ്റ്റം 2. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ എന്താ പറയുക, കണ്ടുപിടിച്ച ആദ്യം കണ്ടുപിടിച്ചത് പിഗ്മെൻറ്റ് സിസ്റ്റം 1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് PS1 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഇലകളിലുള്ള ഒരു സിസ്റ്റമാണ്. ഇലകളിലുള്ള കുറേ എന്താ പറയുക പ്രോട്ടീൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്നാണ് അതിനകത്ത് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും, ക്ലോറോഫിൽ A ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പം ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമാണ്. ബാക്കി ഇത് ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു 2 പിഗ്മെൻറ്റ് സിസ്റ്റങ്ങളാണുള്ളത്. ഒരു പിഗ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഉണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള
നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ഗ്രാനകളുണ്ട്, ഇങ്ങനെ അട്ടിക്ക് വെച്ച തൈലക്കോയിഡുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുള്ള ഗ്രാനകളുണ്ട്. അതുപോലെ സ്ട്രോമൽ ലാമെല്ല ഉണ്ട്. പിന്നെ അതിന് പുറത്തുള്ള സ്പേസ് സ്ട്രോമ ഉണ്ട്. ഇതിന് ഇന്നർ മെംബ്രെയിൻ ഔട്ടർ മെംബ്രെയിൻ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് ഈ ഗ്രാന തൈലക്കോയിഡ്സ് ഇതിനകത്ത്. അപ്പോൾ ഈ തൈലക്കോയിഡ്സിനകത്ത് ഈ ഗ്രാനയിലകത്താണ് ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉള്ളത്. അപ്പോൾ അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെയിൻ ഒരാളുണ്ടാവും, ക്ലോറോഫിൽ എ. ബാക്കി കുറേ പിഗ്മെൻറ്റുകൾ അതിൻ്റെ കൂടെ ഉണ്ടാകും. ബാക്കി കുറേ എന്തുണ്ടാകും, പിഗ്മെൻറ്റുകൾ ഉണ്ടാവും. കുറേ പിഗ്മെൻറ്റുകൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. ക്ലോറോഫിൽ ബി, കരറ്റിനോയിഡ്, സാന്തോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിഗ്മെൻറ്റുകൾ. അപ്പോൾ മെയിൻ സെൻറ്റർ ഏതാണ്, ക്ലോറോഫിൽ എ. അപ്പോൾ എല്ലാവരും ലൈറ്റ് ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഈ ക്ലോറോഫിൽ എയിലേക്ക് എന്ത് ചെയ്യും, എത്തും. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വെച്ച് നോക്കുമ്പം അറൗണ്ട് പി ഒരു 700 നാനോമീറ്ററാണ് ഇതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 1നെ P700 എന്ന് വിളിക്കാറുണ്ട്. എന്ത് വിളിക്കാറുണ്ട്, P700. മനസ്സിലായില്ലേ? കാരണം അതിൻ്റെ അബ്സോർപ്ഷൻ, അതിൽ ലൈറ്റ് മാക്സിമം, ലൈറ്റ് പല വേവ് ലെങ്ത് ഉണ്ട്, ലൈറ്റിലെ പല കളറുകൾ, ഇപ്പോൾ ബ്ലൂ, യെല്ലോ, വൈറ്റ്. അപ്പോൾ ലൈറ്റിൽ ഈ 700 നാനോമീറ്റർ വരുന്ന ലൈറ്റുകളെയാണ് ഇത് മാക്സിമം അബ്സോർബ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അബ്സോർപ്ഷൻ പീക്ക് എന്ന് പറയുന്നത് 700 ആണ്. ഇനി പിഗ്മെൻറ്റ് സിസ്റ്റം 2, അതും ഇതുപോലൊരു പിഗ്മെൻറ്റ് സിസ്റ്റമാണ്. പക്ഷേ അവിടെ അവിടെ മാക്സിമം പീക്ക് വരുന്നത് 650 നാനോമീറ്ററുള്ള ലൈറ്റുകളാണ് അതിൻ്റെ ആ ഒരു പീക്ക് റീജിയൻ വരുന്നത്. അപ്പോൾ ലൈറ്റിലെ പല റീജിയൻസിലാണ് ഇവർ ആക്റ്റീവ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ അബ്സോർപ്ഷൻ മാക്സിമം 650 നാനോമീറ്ററിലാണ് എന്ത് ചെയ്യുക, ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ടാവുക. അപ്പോൾ അതായത് ഒന്നുമില്ല, നിങ്ങൾ ലൈറ്റിൽ പല പല വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇവർ ഈ ഒരു 700 നാനോമീറ്ററിലാണ് ഇവർ വർക്ക് ചെയ്യുക. ഇവർ 680 നാനോമീറ്ററിലാണ് ലൈറ്റിനെ വലിച്ചെടുക്കുക, അബ്സോർപ്ഷൻ ഉണ്ടാവുക. അത്രയേ ഉള്ളൂ. ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനാണ്. അപ്പോൾ നമുക്ക് 2 സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരച്ചു വെക്കേണ്ടത്, ഇവിടെ നമുക്ക് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പിഗ്മെൻറ്റ് സിസ്റ്റം 2. ഇനി ഇവിടെ എന്തുണ്ട്, വീണ്ടും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്, ലൈറ്റിനെ പിടിച്ചെടുക്കുന്ന പിഗ്മെൻറ്റ് സിസ്റ്റം 1. അപ്പോൾ എന്തൊക്കെയുണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഉണ്ട്. അപ്പോൾ ഇത് ലൈറ്റ് എന്ത് ചെയ്യും ഇതിലേക്ക്. അപ്പോൾ ഇത് ഇലയിലാണ് ഇതുള്ളത്. എന്തുണ്ട്, ഇലയിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ട്. അതുപോലെ എന്തുണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം, ഇത് ഒറ്റ ഇലയിൽ തന്നെ 2 ഉണ്ട്. മനസ്സിലായില്ലേ? പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 2ഉം നമ്മുടെ ഇലയിലുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ലൈറ്റ് ഇവർ പിടിച്ചെടുക്കും. നമ്മൾ പറഞ്ഞു പല വേവ് ലെങ്ത് ഉള്ള ലൈറ്റിന് ബ്ലൂ, റെഡ് റീജിയൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവർ ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 2 എന്താണ്, 680 നാനോമീറ്ററിലാണ് ഇതിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ പീക്ക്. അപ്പോൾ ഇവർ ലൈറ്റ് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവരിലെ ഇലക്ട്രോണുകളൊക്കെ എന്ത് ചെയ്യും, നമുക്കറിയാം ഇലക്ട്രോണുകൾ ആറ്റത്തിൽ എന്താണ് പല പല ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണുകളൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആവും. പല പല എനർജി, ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, മുകളിലത്തെ നിലകളിലോട്ടൊക്കെ പോകും. ഇലക്ട്രോൺസ് ഒക്കെ എക്സൈറ്റഡ് ആകും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകും. ഇലക്ട്രോൺസ് എന്താവും, എക്സൈറ്റഡ് ആകും. ഈ പിഗ്മെൻറ്റ് സിസ്റ്റത്തിലെ ഇലക്ട്രോൺസ് എന്താകും, എക്സൈറ്റഡ് ആകും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ഒരാൾ വരും, ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ആരാണ്, ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അങ്ങോട്ടേക്ക് പോകും. മനസ്സിലായില്ലേ? ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഇതിപ്പം നടക്കുന്നതൊക്കെ പിഗ്മെൻറ്റ് സിസ്റ്റം 2 ആണ്. അപ്പോൾ ലൈറ്റിനെ പിടിച്ചെടുത്തു, ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയി, ഇലക്ട്രോണിനെ മറ്റൊരാൾക്ക് കൊടുത്തു. ഇനി എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ETS, അതിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ ഇലയിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പം ഇലയിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിലൂടെ ഈ എന്ത് ചെയ്യും, ഇലക്ട്രോൺ കടന്നു പോകും. അപ്പം പിഗ്മെൻറ്റ് സിസ്റ്റം 2ൻ്റെ അടുത്തായിരുന്നു ഇലക്ട്രോൺ, അത് വേറെ ഒരാൾക്ക് കൊടുത്തു, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂളിന്. ആ മോളിക്യൂൾ പിന്നെ അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഒരു സിസ്റ്റം ഉണ്ട്, അതിലേക്ക് ഇലക്ട്രോണിനെ പാസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടുക്ക് നമുക്കിവിടെ എന്ത് കിട്ടും, ഒരു ADP, ഒരു ATP ആയിട്ട് കിട്ടും. ഇവിടെ എന്തുണ്ടായി, ഒരു ATP ഉണ്ടായി. അപ്പോൾ ATP ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഈ ഇലക്ട്രോൺ പോയിട്ട് അത് പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്ക് എത്തും. അതെങ്ങോട്ടേക്ക് എത്തും, പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്ക് എത്തും. ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 1ൽ അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അതും അതിനകത്ത് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇതിനും എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്നും ഇലക്ട്രോൺ എന്താവും, എക്സൈറ്റഡ് ആവും. എന്നിട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതിന്ന് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന വേറൊരു മോളിക്യൂളിന്, ഇവിടുത്തെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഉണ്ട്, അതിലേക്ക് പോകും ഇതിൻ്റെ ഇലക്ട്രോൺ. അപ്പോൾ ഇത് പിഗ്മെൻറ്റ് സിസ്റ്റം 1 ആണ് ഇപ്പം. ഇനി ഇതെന്ത് ചെയ്യും, ഇതിന്ന് ഈ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു NADP പ്ലസിന് NADPH ഉണ്ടാക്കും. ഇവിടെ എന്തുണ്ടാക്കും, NADPH ഉണ്ടാക്കും. അപ്പം ഈ ഇലക്ട്രോൺ ഇപ്പോൾ എന്തായി, അങ്ങ് പോയി. ഇതിപ്പം നോൺ സൈക്ലിക്
ഫോട്ടോ ഫോസ്ഫോറിലേഷനാണ്. ഇലക്ട്രോൺ എന്ത് ചെയ്തു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇലക്ട്രോൺ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വെള്ളം എന്താക്കണം, സ്പ്ലിറ്റ് ആക്കും. H2O സ്പ്ലിറ്റ് ആക്കിയിട്ട് അതിന്ന് 2 H+ പ്ലസ് 2 OH- ആകും. 2 H+ ഓക്സിജൻ അതിൻ്റെ വഴിക്ക് പോകും. H+ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. 2 H+ പിന്നെ അവിടെ 2 ഇലക്ട്രോണും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ H2O സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 H+ ഉണ്ടാകും, പ്ലസ് ഓക്സിജൻ അതിൻ്റെ വഴിക്ക് പോകും, പ്ലസ് 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ഇലക്ട്രോൺ പിന്നെ ഈ പിഗ്മെൻറ്റ് സിസ്റ്റം, അപ്പോൾ ഈ പിഗ്മെൻറ്റ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുകയാണ്, 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിരുന്നു. കാരണം അതിൻ്റെ ഇലക്ട്രോൺ പോയിട്ട് അത് NADPH കിട്ടി. അപ്പോൾ ഇവിടെ ഈ വെള്ളം സ്പ്ലിറ്റ് ആക്കിയിട്ട് വീണ്ടും അതിലേക്ക് ഇലക്ട്രോൺ വരും. കാരണം ഇതിന് ഇലക്ട്രോൺ ഇങ്ങനെ നഷ്ടപ്പെടില്ലേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് എന്ത് ചെയ്യുകയാണ്, സ്പ്ലിറ്റ് ആക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ്. ഇനി സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്താണ്? അപ്പം നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ. ഇലയുണ്ട്, നമുക്ക് എന്തുണ്ട്, ഇലയിൽ എന്തുണ്ടാക്കണം, 2 പിഗ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഉണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ട്. ഇതെവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈലക്കോയിഡ് എന്ന് പറയുന്ന ക്ലോറോപ്ലാസ്റ്റിനകത്തെ ഈ തൈലക്കോയിഡിലാണ്. മനസ്സിലായില്ലേ? അപ്പം തൈലക്കോയിഡ്സിനകത്ത് ഈ ഒരു പിഗ്മെൻറ്റ് സിസ്റ്റം 1, പിഗ്മെൻറ്റ് സിസ്റ്റം 2 സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് സ്വീകരിക്കും. ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 1 എന്തുണ്ട്, ലൈറ്റ് സ്വീകരിക്കുന്ന സംഭവമാണ്. ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഈ പിഗ്മെൻറ്റ് സിസ്റ്റത്തിലെ ഇലക്ട്രോൺസ് എന്താവും, എക്സൈറ്റഡ് ആവും. അത് ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് മുകളിലോട്ട് പോയിട്ട് ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ഒരാളുണ്ട്, അങ്ങോട്ടേക്ക് ഇലക്ട്രോൺ പോകും. അതിൻ്റെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ആക്സെപ്റ്ററിന് കിട്ടും. ആദ്യം നമ്മൾ പറഞ്ഞത് പിഗ്മെൻറ്റ് സിസ്റ്റം 1 അല്ലല്ലോ, ആദ്യം പിഗ്മെൻറ്റ് സിസ്റ്റം 2 ആണ്. ഓക്കെ, ആദ്യം പിഗ്മെൻറ്റ് സിസ്റ്റം 2 ആണ്, അത് മാറരുത്. ആദ്യം പിഗ്മെൻറ്റ് സിസ്റ്റം 2, പിന്നെ പിഗ്മെൻറ്റ് സിസ്റ്റം 1. ഇനി ഇലക്ട്രോൺ ആക്സെപ്റ്റർക്ക് കിട്ടി. ഇയാളെ ഇലക്ട്രോൺ വെച്ചിട്ട് ഇവിടെ ഒരു ഈ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും, ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് എന്തുണ്ടാവും, ഒരു ADPനെ എനർജി ഉണ്ടാക്കും, ATP ആക്കി മാറ്റും. അപ്പോൾ ഒരു എനർജി ഉണ്ടായി, ഒരു മോളിക്യൂൾ ATP ഉണ്ടായി. ഇനി ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും, പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്ക് പോകും. അവിടുന്ന് പിന്നെ അവിടുന്നും പിഗ്മെൻറ്റ് സിസ്റ്റം 1നും എന്ത് കിട്ടുന്നുണ്ട്, ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണും എന്ത് ചെയ്യും, ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്ററിൻ്റെ അടുത്തേക്ക് പോകും. ഇലക്ട്രോൺ സ്വീകരിക്കും വേറൊരാൾ. ഈ ഇലക്ട്രോൺ വെച്ചിട്ട് ഇയാൾ പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു NADP+ കൊണ്ടുവരും. അതിനെ NADPH ആക്കി മാറ്റും, NADPH. അപ്പോൾ ഇതാണ് സംഭവം. ഇതിനെയാണ് നമ്മൾ Z സ്കീം എന്ന് വിളിക്കുക. ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോയി, പിന്നെ ഇലക്ട്രോൺ ഇങ്ങനെ പോയി, പിന്നെ ഇലക്ട്രോൺ വീണ്ടും ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ. അപ്പോൾ ഇത്ര, പിന്നെ ഇങ്ങനെയില്ല, പിന്നെ ഇത്ര. അപ്പോൾ ഈ Z സ്കീം, അതുകൊണ്ടാണ് ഇതിനെ Z സ്കീം എന്ന് വിളിക്കാറുണ്ട്. നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു വരുന്നില്ല. ഈ ഇലക്ട്രോൺ പിഗ്മെൻറ്റ് സിസ്റ്റം 2ന് എന്ത് ചെയ്തു, പിഗ്മെൻറ്റ് സിസ്റ്റം 2ന് ഇവിടുന്ന് എന്ത് ചെയ്തു, അതിന്ന് പോയി. ഇനി അത് എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 2ന് ഇനി എങ്ങനെ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് വെള്ളത്തിന് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്കല്ല, പിഗ്മെൻറ്റ് സിസ്റ്റം 2ലേക്കാണ്. കാരണം അതിനാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർക്ക് കിട്ടി. അത് പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ പോയി അവിടുന്ന് ഒരു ATP ഉണ്ടാക്കി പോകുന്ന വഴിക്ക് പിന്നെ ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്ക് വന്നു. പിന്നെ 1ന്ന് വീണ്ടും അതിന് ലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോണും ആക്സെപ്റ്റ് ചെയ്തു. ഇലക്ട്രോൺ ആക്സെപ്റ്റർ അത് വേറൊരാൾ സ്വീകരിച്ചു, വേറൊരു മോളിക്യൂൾ. അത് എന്നിട്ട് NADP+നെ NADPH ആക്കി മാറ്റി. അപ്പോൾ ഈ പിഗ്മെൻറ്റ് സിസ്റ്റം 1ന് എന്തായിട്ടുണ്ട്, 2ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ അടുത്ത് നിന്ന് പോയതാണ്. ഇപ്പോൾ അത് ഇവിടെ എത്തിക്കണം. അപ്പം അതിനെങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിനെ സ്പ്ലിറ്റ് ആക്കും. വെള്ളം സ്പ്ലിറ്റ് ആയാൽ 2 ഹൈഡ്രജൻ 2 H+ ഉണ്ടാകും, 2 ഇലക്ട്രോണും ഉണ്ടാകും, പിന്നെ ഓക്സിജന് പോവുകയും ചെയ്യും. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ നഷ്ടപ്പെട്ട പിഗ്മെൻറ്റ് സിസ്റ്റത്തിന് പിന്നെ ഇലക്ട്രോൺ വരും. അത് വീണ്ടും എക്സൈറ്റഡ് ആവും. അതിങ്ങനെ, അപ്പോൾ എനർജി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ ഈ ഇലയിൽ എന്തുണ്ടാവും, ATP എനർജി ഉണ്ടാവും, NADPH അതും എനർജിയാണ്, അതും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ലൈറ്റിൽ നടക്കുന്ന റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനിൽ മെയിൻ 2 സംഭവങ്ങളാണ്, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും ഇനി സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും. അപ്പോൾ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷന് ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഇലയിൽ എന്തുണ്ട്, ഒരു പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ട്. അപ്പോൾ ഇത് കാണാതെ ചുമ്മാ ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇലയിൽ എന്തുണ്ട്, ഒരു പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഉണ്ട്, ഒരു പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഉണ്ട്. ഇനി ലൈറ്റ് വരുമ്പോൾ ഇത് ഒരു 700 നാനോമീറ്റർ ആണ് ഇതിൻ്റെ പീക്ക്, P700 എന്നാണ് പറയുക. ഇനി ലൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോണുകൾ മുകളിലോട്ട് പോകും.
ഇലക്ട്രോണുകൾ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്ററിൻ്റെ അടുത്തേക്ക് പോകും, വേറൊരാളുടെ അടുത്തേക്ക് ഇതിൽ ഇലക്ട്രോൺ പോകും. ലൈറ്റ് വരുമ്പോൾ ഇലക്ട്രോണുകളൊക്കെ ചാടിപ്പോകും. എന്നിട്ട് ലൈറ്റിന് എനർജി ആണല്ലോ, എനർജി കിട്ടുമ്പോൾ ഇലക്ട്രോണുകൾ ചാടി പോയിട്ട് വേറെ മോളിക്യൂളിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പിന്നെ ETS പോകും. പിന്നെ ഈ ഇലക്ട്രോൺ സ്വീകരിച്ച ആൾ ആർക്ക് കൊടുക്കും? ETS കൊടുക്കും, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അവിടുന്ന് പിന്നെ ഒരു ADPനെ എന്ത് ചെയ്യും? ATP ആക്കി മാറ്റും. ഇനി ഈ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? പിഗ്മെന്റ് സിസ്റ്റം 1ലേക്ക് പോകും. അപ്പോൾ എപ്പോഴും ഓർക്ക് ആദ്യം പിഗ്മെന്റ് സിസ്റ്റം 2 ആണ്, പിന്നെ പിഗ്മെന്റ് സിസ്റ്റം 1 ആണ്, റിവേഴ്സ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ 1 2 അല്ല, 2 1 ആണ്. ഇനി എങ്ങോട്ട് പോകും? ഈ 1ൽ നിന്ന് വീണ്ടും ഈ 1നും എന്ത് കിട്ടുന്നുണ്ട്? ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണുകളൊക്കെ വീണ്ടും എന്ത് ചെയ്യും? ചാടിപ്പോകും. അപ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൻ്റെ അടുത്തേക്ക് വേറൊരു മോളിക്യൂളിൻ്റെ അടുത്തേക്ക് പോകും. ഇനി അവിടെ വെച്ചിട്ട് എന്തുണ്ടാവും? അവിടെ പിന്നെ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നുമില്ല. ഒരു NADP+ എന്താക്കി മാറ്റും? NADP+ NADPH ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ ആർക്ക് നഷ്ടപ്പെട്ട ഇലക്ട്രോണ്? പിഗ്മെന്റ് സിസ്റ്റം 2ന് പോയി. കാരണം അതിൻ്റെ ഇലക്ട്രോണാണ് ഇങ്ങനെ പോയത്, ഇവിടെ എത്തിയത്. അപ്പോൾ അതിനി എങ്ങനെ തിരിച്ചെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം അതിൻ്റെ കയ്യിലുണ്ട്, വെള്ളം അത് പൊട്ടിക്കും. അപ്പോൾ 2 ഹൈഡ്രജനും 2 ഇലക്ട്രോണും അവിടെ വെള്ളം എന്താവും? പൊട്ടുമ്പോൾ 2 ഇലക്ട്രോണും പിന്നെ ഓക്സിജനും ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺ പിന്നെ അതെടുക്കും. അപ്പോൾ അതിന് വീണ്ടും ഇലക്ട്രോൺ കിട്ടി, ലൈറ്റ് സ്വീകരിക്കും. ആ ഇലക്ട്രോൺ വീണ്ടും ആക്സെപ്റ്ററിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ വെള്ളം ഇങ്ങനെ അതിനനുസരിച്ച് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ വെള്ളം വേണം. അപ്പോൾ ഈ സിന്തസിസ് അപ്പോൾ അതിന് എന്താ ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ATP എന്ന് പറഞ്ഞാൽ ചെടിക്കുള്ള എനർജിയാണ്. NADPH എന്താണ്? എനർജിയാണ്. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ എന്താ ഉണ്ടാകുന്നത്? ലൈറ്റ് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് അല്ല ഉണ്ടാകുന്നത്, എനർജിയാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ ഈ പറഞ്ഞതൊക്കെ? മനസ്സിലായെങ്കിൽ ലൈക്കടിച്ചേ. ഇതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഉണ്ട്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അത് നടക്കുന്നത് പിഗ്മെന്റ് സിസ്റ്റം 1ലാണ്. അപ്പം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എവിടെയാണ് നടക്കുന്നത്? പിഗ്മെന്റ് സിസ്റ്റം 1ൽ. പിഗ്മെന്റ് സിസ്റ്റം 1ൽ നടക്കുന്ന ലൈറ്റിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ലൈറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോൺസ് എന്താവും? ജമ്പാവും, പുറത്തേക്ക് പോകും. അപ്പോൾ ആര് സ്വീകരിക്കും? ഇലക്ട്രോൺ ആക്സെപ്റ്റർ വേറെ മറ്റൊരു മോളിക്യൂൾ സ്വീകരിക്കും. ഈ മോളിക്യൂൾ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? അതിന്ന് ഇവിടുന്ന് എന്തുണ്ടാക്കും? അത് നേരെ എന്തുണ്ടാക്കും? ഒരു ADPനെ ഒരു ATP ഉണ്ടാക്കും. എന്നിട്ട് അപ്പം പിന്നെ ആ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് തന്നെ വരും? തിരിച്ച് അതിലേക്ക് തന്നെ വരും. അപ്പം ഇതൊരു സൈക്ലിക്കാണ്. അല്ലാണ്ട് അത് പോയിട്ട് പിന്നെ വെള്ളം സ്പ്ലിറ്റ് ചെയ്യുന്ന ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു സൈക്ലിക്കിൽ ഭയങ്കര എളുപ്പമാണ്. ഇതിലാകെ പിഗ്മെന്റ് സിസ്റ്റം 1 ഉള്ളൂ, പിന്നെ ATP മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മാത്രമല്ല വെള്ളത്തിൻ്റെ സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? സൈക്ലിക് ട്രാവലിംഗ് ആണ്. അത് തിരിച്ച് പിഗ്മെന്റ് സിസ്റ്റം 1ലേക്ക് തന്നെ വരുന്നുണ്ട്. മറ്റിടത്ത് അങ്ങനെ ആയിരുന്നില്ല. മറ്റിടത്ത് പിഗ്മെന്റ് സിസ്റ്റം 2 എന്നായിരുന്നു. അതിൻ്റെ ഇലക്ട്രോൺ പോയാൽ പിന്നെ അതങ്ങ് പോകും. മാത്രമല്ല അവിടെ ATP മാത്രമല്ല, അവിടെ NADPH ഉണ്ടാവും. മാത്രമല്ല അവിടെ വെള്ളത്തിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട് നോൺ സൈക്ലിക്കിൽ. ഇത് സൈക്ലിക്കാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇതൊന്നുമില്ല. ഇത് പിഗ്മെന്റ് സിസ്റ്റം 1 ആണുള്ളത്. അതിൽ നിന്ന് എന്ത് ചെയ്യും? ലൈറ്റ് സ്വീകരിക്കുമ്പോൾ ഇലക്ട്രോൺ ചാടും. അപ്പോൾ ഇലക്ട്രോണ് വേറൊരാൾ എന്ത് ചെയ്യും? സ്വീകരിക്കും. ആ ഇലക്ട്രോൺ സ്വീകരിച്ച ആൾ ഒറ്റ സെക്കൻഡ്, അതിനകത്ത് ചിലപ്പം ലൈനിങ് പോയിട്ടുണ്ടാവും. ഒറ്റ സെക്കൻഡ്. അപ്പം ഈ സൈക്ലിക്കും നോൺ സൈക്ലിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിമ്പിളാണ്, ആർക്കും പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പം സൈക്ലിക്കിലേക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ പിഗ്മെന്റ് സിസ്റ്റം 1ലേക്ക് ലൈറ്റ് വരും. അതൊരു ഇലക്ട്രോൺ ആക്സെപ്റ്ററിലോട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് എന്തുണ്ടാവും? ഒരു ADP എന്താവും? ഒരു ATP ആയി മാറും. എന്നിട്ട് തിരിച്ചാ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അതിലേക്ക് തന്നെ വരും. അപ്പോൾ ഇവിടെ വെള്ളം സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, NADPH ഉണ്ടാവുന്നില്ല. ഇത് ഇലക്ട്രോൺ സൈക്ലിക്കിലാണ് ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ നോൺ സൈക്ലിക്കിൽ അങ്ങനെയല്ല. നോൺ സൈക്ലിക്കിൽ പിഗ്മെന്റ് സിസ്റ്റം 2ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് ലൈറ്റ് സ്വീകരിച്ച് അതിൻ്റെ ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് പോയി. ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റർ പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലേക്ക് പോയി. അവിടുന്ന് ഒരു ATP ADP ഉണ്ടാകും. എന്നിട്ട് പിന്നെ ആ ഇലക്ട്രോൺ പിന്നെ പിഗ്മെന്റ് സിസ്റ്റം 1ലേക്ക് പോയി. അതിന്ന് വീണ്ടും എക്സൈറ്റഡ് ആയി, അതായത് Z വഴിയിൽ ഇങ്ങനെ അതിന്ന് എക്സൈറ്റഡ് ആയി. പിന്നെ അതൊരു ഇലക്ട്രോൺ ആക്സെപ്റ്ററിലോട്ട് പോയി രണ്ടാമത്തേന്ന്. പിന്നെ അവിടുന്ന് ഒരു NADP NADPH ആയി ഉണ്ടായി. അപ്പോൾ ഈ ഇലക്ട്രോൺ പിന്നെ പോകും, തിരിച്ചു വരുന്നില്ല. അപ്പം പിന്നെ ഇയാൾക്ക് അത് വെള്ളം സ്പ്ലിറ്റ് ചെയ്തിട്ട് അയാൾ എടുക്കുകയാണ്.
മനസ്സിലായില്ലേ ഇലക്ട്രോൺ. അപ്പം വാട്ടർ സ്പ്ലിറ്റിംഗ് 2H++. അപ്പം ഇതാണ് ലൈറ്റിൽ നടക്കുന്ന ഇലയിൽ നടക്കുന്ന സംഭവങ്ങളാണിത്, മനസ്സിലായില്ലേ. അതിൽ ലൈറ്റിലുള്ള ഓരോ സംഭവങ്ങളാണ് പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഒക്കെ. അപ്പം ഇതാണ് ലൈറ്റ് റിയാക്ഷൻ. ഇവിടുന്ന് എനർജി ഉണ്ടാകും. ഈ എനർജി യൂസ് ചെയ്തിട്ടാണ് ഇനി ഡാർക്ക് റിയാക്ഷൻ. ആ ഡാർക്ക് റിയാക്ഷന് ലൈറ്റ് ഡയറക്റ്റ് വേണ്ട, ഇതിന് ലൈറ്റ് ഡയറക്റ്റ് വേണം. ലൈറ്റ് ഉണ്ടെങ്കിലേ ഈ സിസ്റ്റംസ് ഒക്കെ ആക്റ്റീവ് ആവുള്ളൂ. എന്നിട്ട് എനർജി ഉണ്ടാക്കും. ഈ എനർജി യൂസ് ചെയ്തിട്ട് ഇനി എന്തുണ്ടാക്കും? ഇനി നമ്മൾ കെമിക്കൽ ഗ്ലൂക്കോസ് പഞ്ചസാര ഉണ്ടാക്കും. അത് C3 സൈക്കിളാണ്. അത് RuBp കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യും. അപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആവശ്യം വരിക. ഇവിടെയാണ് വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പം ലൈറ്റിൽ വെള്ളവും ലൈറ്റും. ഇനി ഈ എനർജി യൂസ് ചെയ്തിട്ട് ATPയും NADPയും ഒക്കെ എനർജി യൂസ് ചെയ്തിട്ട് ഇനി ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതാണ് ഡാർക്ക് റിയാക്ഷൻ. അപ്പം ഡാർക്ക് അത് ലൈറ്റ് വേണമെന്നില്ല. പക്ഷേ ലൈറ്റ് വേണമെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കണമെങ്കിൽ ലൈറ്റ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡാർക്ക് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് അതിന് ലൈറ്റ് വേണ്ട, പക്ഷേ ഇവിടെ ലൈറ്റ് വേണമല്ലോ. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഫോട്ടോസിന്തസിസ് കൃത്യമായി മനസ്സിലായോ? ലൈറ്റിൽ എന്ത് നടക്കുന്നു, ഡാർക്കിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അതെ. അപ്പം ഇനി അപ്പം ഇതാണ് സംഭവം. ഇപ്പം ഇതിന്ന് നിങ്ങളിപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് സൈക്ലിക്കും നോൺ സൈക്ലിക്കും സിമ്പിളായിട്ട് അറിയാം. സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം സൈക്ലിക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിത്രം ഓർമ്മ വന്നാൽ മതി. ഇതിലേക്ക് ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് പോകുന്നു, തിരിച്ച് ഇതിലേക്ക് വരുന്നു, ഓൺലി ATP. നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് പോകും, പിന്നെ അതിന്ന് ETSലേക്ക് പോകും, പിന്നെ അതിന്ന് പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്ക് പോകും, 1ന്ന് വീണ്ടും ഒരു ആക്സെപ്റ്ററിലോട്ട് പോകും, അവിടുന്ന് NADPH ഉണ്ടാകും, പിന്നെ ഇവിടുന്ന് ഇലക്ട്രോൺ കിട്ടുന്നത് അത് വെള്ളം സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് H++OH. അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ പോകുന്നത് Z സ്കീമാണ്. ഇതാണെങ്കിലും നേരെ തിരിച്ചു വരും. അപ്പോൾ ഓൺലി പിഗ്മെൻറ്റ് സിസ്റ്റം ഇവിടെ എന്താണ്? പിഗ്മെൻറ്റ് സിസ്റ്റം 1 മാത്രമാണ്, ഓൺലി ATP മാത്രമാണ്. എന്നാൽ ഇവിടെയോ ബോത്ത് പിഗ്മെൻറ്റ് സിസ്റ്റം 1 and 2 ഇൻവോൾവ്ഡ് ആണ്. ATP ഉണ്ട്, NADPH ഉണ്ട്, ഓക്സിജൻ ഒക്കെ പ്രൊഡ്യൂസറാണ്. കാരണം ഇവിടെ ഓക്സിജൻ ഉണ്ടാകാൻ കാരണം എന്താ? അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. ചെടികൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെടികൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് ഇങ്ങനെയാണ്. ഇവരെ ലൈറ്റിൽ ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടക്കും. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഇവരെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ആ ഇലക്ട്രോണിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് എന്ത് ചെയ്യും? വെള്ളത്തിനെ പൊട്ടിക്കും. വെള്ളം എന്താവും? 2 H+ഉം പ്ലസ് 2 ഇലക്ട്രോണും പ്ലസ് അവിടെ ഓക്സിജൻ എന്ത് ചെയ്യും? ഇവരെ പുറത്തേക്ക് വിടും. മനസ്സിലായില്ലേ? ആ ഓക്സിജനാണ് ചെടികൾ ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പം ചെടികൾക്ക് വേണ്ടിയിട്ട് അവർ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് ഇലക്ട്രോൺ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വെള്ളത്തെ പൊട്ടിക്കുന്നതാണ്. അപ്പോഴാണ് അവിടെ ഇലക്ട്രോൺ എന്താവുന്നത്? ഓക്സിജൻ റിലീസ് ആവുന്നത്. അപ്പോൾ ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പം അതിനകത്ത് ചെടികൾക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാലേ ഓക്സിജൻ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതിനകത്ത് അതൊക്കെയാണ്. അപ്പോൾ ഈ നോൺ സൈക്ലിക്കിലാണ് അതൊക്കെ നടക്കുന്നത്, ഓക്സിജൻ ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നോൺ സൈക്ലിക്. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. പിന്നെ വാട്ടർ ഈസ് നോട്ട് സ്പ്ലിറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ലൈറ്റ് റിയാക്ഷൻ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ എന്തുണ്ട്? ലൈറ്റ് റിയാക്ഷനും ഉണ്ട്, ഡാർക്ക് റിയാക്ഷനും ഉണ്ട്. വാട്ട് ഈസ് ലൈറ്റ് റിയാക്ഷൻ? ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ നോൺ സൈക്ലിക്കും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും ഒക്കെ, അതൊക്കെ ലൈറ്റ് റിയാക്ഷനാണ്. അപ്പം സൂര്യൻ്റെ പ്രകാശം പിടിച്ചെടുത്തിട്ട് അതിനെ ATPയും NADPHും ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ അത് രണ്ടെണ്ണമാണ് സൈക്ലിക്. അതുപോലെ തന്നെ അവിടെ വെള്ളം എന്താവും? സ്പ്ലിറ്റ് ആവും, എന്നിട്ട് ഓക്സിജൻ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകും. ഇത് തൈലക്കോയിഡ്സിലാണ് നടക്കുക. മനസ്സിലായില്ലേ? ലൈറ്റ് റിയാക്ഷൻ തൈലക്കോയിഡ്സിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനുമാണ് ലൈറ്റ് റിയാക്ഷൻസ്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പം ഇതാണ് അതിനകത്ത് ലൈറ്റ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം. അപ്പം ലൈറ്റ് റിയാക്ഷൻ ഈസ് എൻ ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. വാട്ട് ഈസ് ലൈറ്റ് റിയാക്ഷൻ? വേർ ഡസ് ഇറ്റ് ടേക്സ് പ്ലേസ്? അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് നമ്മുടെ എവിടെയാണ്? തൈലക്കോയിഡ്സിലാണ്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എന്താണ്? ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ സൂര്യപ്രകാശം വലിച്ചെടുത്തിട്ട് വെള്ളം കൂടി വേണം. വെള്ളത്തിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിനെ ATPയും NADPHും ഉണ്ടാകും. അത് എന്താണ്? എനർജി ഉണ്ടാകും. മനസ്സിലായില്ലേ? അതാണ് ലൈറ്റ് റിയാക്ഷൻ. അപ്പോൾ വാട്ട് ഈസ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫോട്ടോസിന്തസിസ്. അത് ഡയറക്റ്റ് അതിന് ലൈറ്റ് വേണം. അതിനകത്ത് ക്ലോറോഫിൽസ് എന്ത് ചെയ്യും? എനർജി സൂര്യൻ്റെ പ്രകാശം പിടിച്ചെടുത്തിട്ട് ATPയും NADPHും ആക്കി മാറ്റും.
ഇനി അത് എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈലക്കോയിഡ് മെംബ്രെയിൻസ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഗ്രാനയിലാണ്, സ്പെസിഫിക്കലി തൈലക്കോയിഡ്സിൽ. ദെൻ അപ്പം ഇതാണ് ഇതിനകത്ത്. ഇനി ഈ പിടിച്ചെടുത്ത ATP ഉപയോഗിച്ചിട്ട് ഇവർ എന്ത് ചെയ്യാണ്, പഞ്ചസാര ഉണ്ടാക്കുന്ന സൈക്കിളാണ് എന്ത്, C3, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന സൈക്കിളാണ് C3 സൈക്കിളും C4 സൈക്കിളും. C3 സൈക്കിള് കാൽവിൻ സൈക്കിൾ എന്നാണ് വിളിക്കുക. അതിനെന്താ വിളിക്കുക? കാൽവിൻ സൈക്കിൾ. അതിലുണ്ടാകുന്ന സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ RUBP എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യും. ആ RUBP അത് നടത്തി കൊടുക്കുന്ന ആളാണ് റുബിസ്കോ. ആ റുബിസ്കോ നടത്തി കൊടുക്കും. എന്നിട്ട് റുബിസ്കോയ്ക്ക് വേണമെങ്കിൽ ഓക്സിജൻ അതിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓക്സിജൻ ഇല്ലാണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ C4 സൈക്കിൾ. അപ്പോൾ അതിൽ 2 രീതിയിൽ മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീത്ത് സെൽസും ഉണ്ടാവും. അപ്പം അവിടെ ഉണ്ടാകുന്നത് പെപ്പ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്. പെപ്പ് ഇതൊക്കെ പെട്ടെന്ന് മറന്നു പോകും. ഫോസ്ഫോയിനോൾ പെപ്റ്റേസ് ആണ് അത് നടത്തി കൊടുക്കുക. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഓക്സലോ അസറ്റിക് ആസിഡ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. ഇതൊക്കെ അന്നന്നെ പഠിച്ചു പോകണം, ഇല്ലെങ്കിൽ മറക്കും. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, മനസ്സിലാക്കിയിട്ട് സൈക്കിൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ C3 സൈക്കിളും C4 സൈക്കിളും ആണ് എന്ത്. ഇനി ഇപ്പം ചെടിയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ചെടിയിൽ സൂര്യൻ എന്ത് ചെയ്യാണ്, സൂര്യന് വരികയാണ്. സൂര്യന് വരുമ്പോൾ സൂര്യന് ലൈറ്റ് അടിക്കുകയാണ്. ലൈറ്റ് അടിക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഇതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിൽ എന്തുണ്ട്, തൈലക്കോയിഡ്സ് ഗ്രാന ഉണ്ട്, മനസ്സിലായില്ലേ, തൈലക്കോയിഡ്സ്. അപ്പോൾ ഇതിലെന്തുണ്ട്, ഇതിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 2ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 1 ഒക്കെ ഉണ്ട്. പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം അവിടെ പിഗ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഇനി എന്ത് സംഭവിക്കും, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോൺ ചാടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഇവിടെ ATPയും NADPH ഒക്കെ ഉണ്ടാകും. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോട്ട് സൈക്ലിക് ഫോട്ടോഫോറിലേഷൻ. ഈ ATPയും NADPH ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അടുത്ത ഒരു സ്റ്റെപ്പ്. ഇനി ഇത് ഇവിടെയാണ് നടക്കുക, അത് ഗ്രാനയിലല്ല. ഇനി ഡാർക്ക് റിയാക്ഷൻ. ഇതെന്താണ്, ഡാർക്ക് റിയാക്ഷൻ. അതിന് ലൈറ്റ് ഡയറക്റ്റ് വേണമെന്നില്ല, അതുകൊണ്ടാണ് ഡാർക്ക് എന്ന് വിളിക്കുന്നത്. ഈ ഡാർക്ക് റിയാക്ഷനിൽ 2 സൈക്കിളുകളുണ്ട്. ഒന്ന് C3 സൈക്കിളും മറ്റ് ചില ചെടികളിലുള്ളതാണ് C4 സൈക്കിളും. C3 സൈക്കിളിൽ എന്താ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം എനർജി ഒക്കെ ഉണ്ടല്ലോ. RUBP എന്ത് ചെയ്യും, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് എന്നൊരു സാധനം കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്തിട്ട് അത് നടത്തി കൊടുക്കുന്ന ആളാണ് റുബിസ്കോ. എന്നിട്ട് എന്തുണ്ടാവും, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവും. ഈ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് പിന്നെ എന്ത് ചെയ്യും, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആവും. എന്താവും, നിങ്ങൾ അതധികം ചോദിക്കാറില്ല. ഇതിനകത്ത് ചോദിക്കാറുള്ളത് ആരാണ് ഫസ്റ്റ് കാർബൺ പിടിക്കുന്നത്, RUBP, റിബുലോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. പിന്നെ അത് നടത്തി കൊടുക്കുന്ന എൻസൈം റുബിസ്കോ. അതിലുണ്ടാകുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞത് പറഞ്ഞിരുന്നു. പിന്നെ ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്താവും, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആവും. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത് ഒരു 3 മോളിക്യൂളാണ്. ഇതെന്താണ്, 3 കാർബണുള്ള മോളിക്യൂളാണ്, 3 കാർബൺ. അതുകൊണ്ടാണ് 3PG എന്ന് വിളിക്കുന്നത്. പിന്നെ അതിന്ന് 2 ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഉണ്ടാകും. ഈ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് പിന്നെ അതിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകും. ചെടിയിൽ ഗ്ലൂക്കോസ് ഉണ്ടാകും. ഗ്ലൂക്കോസ് ചേർത്ത് വെച്ച് നമ്മൾ കഴിക്കുന്ന അരിയൊക്കെ ഉണ്ടാക്കും. കുറേ ഗ്ലൂക്കോസ് ചേർത്താണ് അരി ഉണ്ടാക്കുന്നത്. ഇനി എന്തുണ്ടാക്കും, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് പിന്നെ പോയിട്ട് വീണ്ടും RUBP ഉണ്ടാവും. കുറേ അങ്ങോട്ടേക്ക് പോകും. RUBP ഉണ്ടാകും, തിരിച്ച് RUBP ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ ഗ്ലൂക്കോസ് ഉണ്ടാകും. പിന്നെ ചില ചെടികളിൽ ഈ RUBPയിലേക്ക് ആര് വരും, ഓക്സിജൻ വന്നിരിക്കും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് RUBP ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്ലൂക്കോസ് പഞ്ചസാര ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഓക്സിജൻ വന്നിരുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെടികളിലുള്ളൊരു മെക്കാനിസമാണ് C4 പാത്വേ. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് സെല്ലുകൾ ഉണ്ടാവും, മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീത്ത് സെല്ലും. ഇതെന്താണ്, മീസോഫിൽ സെല്ല്, ഇത് ബണ്ടിൽ ഷീത്ത് സെല്ല്. അപ്പം മീസോഫിൽ സെല്ലിലേക്ക് എന്ത് വരും, അവിടെ RUBP ഒന്നുമല്ല, അവിടെ PEP ആണ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. അയാൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിക്കും. അപ്പോൾ ഇത് നടത്തി കൊടുക്കുന്ന ആളെ റുബിസ്കോ അല്ല, ഇവിടെ നടത്തി കൊടുക്കുന്ന ആൾ പെപ്കേസ് ആണ്. C4 കേസിൽ C4ൽ ആരാണ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്, പെപ്കേസ്. അയാളപ്പോൾ എന്താ ഉണ്ടാക്കുക, അയാൾ 3PG എല്ലാം ഉണ്ടാക്കുക, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എല്ലാം ഉണ്ടാക്കുക. അത് C3 സൈക്കിൾ. ഇത് കാൽവിൻ സൈക്കിളാണ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുക ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. അതൊരു 4 കാർബൺ കോമ്പൗണ്ടാണ്. ഇവിടെ 3 കാർബൺ കോമ്പൗണ്ടാണ്, 3PGA. ഇത് 4 കാർബൺ ആണ് ഓക്സാലോ അസറ്റിക് ആസിഡ്. അതെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ബണ്ടിൽ ഷീത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ബണ്ടിൽ ഷീത്തിൽ വെച്ചിട്ട് ഓക്സലോ അസറ്റിക് ആസിഡിൽ നിന്ന് 4 കാർബൺ അല്ലേ, അതിൽ നിന്ന് 1 കാർബൺ നഷ്ടപ്പെട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിക്കാൻ ഇവിടെ ആരുണ്ട്, RUBP ഉണ്ട്. അതായത് ഈ സ്റ്റെപ്പ്
ഈ സ്റ്റെപ്പിന് ഇവിടെ നടക്കും. അപ്പോൾ ഇവിടേക്ക് ആര് വരുന്നില്ല? ഓക്സിജൻ വരുന്നില്ല, കാരണം അത് കുറച്ച് ഉള്ളിലാണ്. ഓക്സിജൻ ഇതിനകത്ത് വരുന്നില്ല. അപ്പം അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് നന്നായിട്ട് പ്രൊഡക്ഷൻ നടക്കും, നന്നായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അപ്പം നല്ല ഒരു കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള പാത്ത് വേ ആണ് C4 പാത്ത് വേ. ഇവിടെ വേണമെങ്കിൽ ഓക്സിജനും വരാം. അപ്പോൾ ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ. മനസ്സിലായോ? കംപ്ലീറ്റ് മനസ്സിലായോ? അപ്പോൾ ചെടികളിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ലൈറ്റ് വലിച്ചെടുത്ത്, അപ്പോൾ ഈ ലൈറ്റ് വലിച്ചെടുക്കുന്ന ആളുകളാണ് പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 2 ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ലൈറ്റ് റിയാക്ഷൻ എപ്പോഴും എന്താണ്? തൈലക്കോയിഡ്സ് ഗ്രാനയിലാണ് ഇതിനകത്ത് കൂടുതൽ നടക്കുന്നത്. പിന്നെ C4 പാത്ത് വേ ഉള്ള 2 ചെടികൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പിലൊക്കെ ഈ C4 പാത്ത് വേ ആണ്. കരിമ്പിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ എന്താണ്? അപ്പോൾ നല്ല ചെടിയാണ്. അതിനകത്ത് C4 പാത്ത് വേ ഉള്ളത് സ്വർഗം, അതുപോലെ തന്നെ ഷുഗർ കെയിന്, അതുപോലെ മെയ്സ്, ചോളം എന്ന് പറഞ്ഞാൽ ചോളം, സ്വർഗം ഒക്കെ ധാന്യങ്ങൾ വെറൈറ്റിയാണ്, ധാന്യ ചെടികളാണ്. ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ഒരു സ്വർഗം ടൈപ്പ് ഓഫ് ചെടി, മെയ്സ്, ചോളം, അതൊക്കെ ഈ C4 പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് നിന്ന് എക്സ്ട്രാ ഉള്ളത് അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈറ്റ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് റിയാക്ഷൻ ഇതങ്ങോട്ട് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പിന്നെ അതിൽ നിന്ന് ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ലൈറ്റ് റിയാക്ഷൻ ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നതാണ്. അത് സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ ATPയും NADPHുമാണ് ഉണ്ടാകുന്നത്. പിന്നെ വാട്ടർ സ്പ്ലിറ്റ് ആവും, ഓക്സിജൻ ബൈ പ്രോഡക്റ്റ് ആയിട്ട് റിലീസാകും. തൈലക്കോയിഡ്സിലാണ് നടക്കുക, ക്ലോറോപ്ലാസ്റ്റിൻ്റെ. ഇറ്റ് ഇൻക്ലൂഡ്സ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഇറ്റ് ഇൻക്ലൂഡ്സ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ അതാണ് ലൈറ്റിൽ നടക്കുന്നത്, നോൺ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ. അപ്പോൾ ഇതും അതിനകത്ത് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇനി ഇത് ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഈ C4 ചെടികളിൽ 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഇങ്ങനെ മീസോഫിൽ സെൽസും പിന്നെ ബണ്ടിൽ ഷീത്ത് സെൽസും എന്ന് പറയുന്ന 2 ടൈപ്സ് ഓഫ് സെൽസ്. അപ്പം ഈ അനാട്ടമിയെയാണ് നമ്മൾ ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുക. ഈ അനാട്ടമി എന്താണ് വിളിക്കുക? ക്രാൻസ് അനാട്ടമി. അപ്പോൾ C4 പ്ലാന്റ്സിലുള്ള അനാട്ടമിയുടെ പേര് ചോദിക്കും. നെയിം ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാട്ടമി. ഇറ്റ് ഈസ് എ ക്രാൻസ് അനാട്ടമി. അപ്പം നമ്മൾ പറഞ്ഞു സാധാരണ എന്ത് ചെയ്യും? മീസോഫിൽ സെൽ ഉണ്ടാവും, അതിലേക്ക് എന്തുണ്ടാവും? RUBP ഉണ്ടാകും, അത് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിക്കും, എന്നിട്ട് പഞ്ചസാര ഗ്ലൂക്കോസ് ഉണ്ടാക്കും. പക്ഷേ ഈ ചെടികളിൽ എന്താണ്? മീസോഫിൽ സെൽസ് പിടിച്ചിട്ട് അവിടെ പെപ്പാണ് പിടിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ അതിനെന്ത് ചെയ്യും? ബണ്ടിൽ ഷീത്തിലേക്ക് വിടും. ബണ്ടിൽ ഷീത്തിൽ നിന്നാണ് പിന്നെ RUBP എന്താക്കുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം C4 പ്ലാന്റ്സിലുള്ള സ്പെഷ്യൽ അനാട്ടമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രാൻസ് അനാട്ടമിയാണ്. ഇതൊക്കെ ചുമ്മാ മാർക്ക് കിട്ടുന്നതാണ്, നിങ്ങളങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നെയിം ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാട്ടമി സീൻ ഇൻ C4 പ്ലാന്റ്സ്. അപ്പോൾ എന്താണ്? ക്രാൻസ് അനാട്ടമി, ക്രാൻസ് അനാട്ടമി, ക്രാൻസ് അനാട്ടമി. പിന്നെ എന്താണ്? ലിസ്റ്റ് ഔട്ട് എനി 2 പ്ലാന്റ്സ് ദാറ്റ് ഷോ C4 പാത്വേ. C4 പാത്വേ കാണിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്വർഗം, മെയ്സ്, ഷുഗർ കെയിൻ ഒക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. മനസ്സിലായില്ലേ? അപ്പം വാട്ട് ഈസ് ക്രാൻസ് അനാട്ടമി എന്ന് ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ ഇതുകൂടി അതിൻ്റെ കൂടെ എഴുതി വെക്കുക. വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ ലാർജ് ബണ്ടിൽ ഷീത്ത് സെൽസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിന് ചുറ്റും എന്തുണ്ടാവും? മീസോഫിൽ സെൽസും ഉണ്ടാവും. അപ്പം ഇതൊരു റീത്ത് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പം ഇതിനെ ക്രാൻസ് അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇതൊരു വാസ്കുലാർ ബണ്ടിലാണ്. സൈലം, ഫ്ലോയം ഒക്കെ ഉള്ള എന്താണ്? ഒരു വാസ്കുലാർ ബണ്ടിൽ ഇങ്ങനെ വരച്ചു വെക്കാം. അപ്പം ഇതിനകത്ത് ഒറ്റ സെക്കൻഡ്. അപ്പം നിങ്ങൾ ക്രാൻസ് അനാട്ടമി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ക്രാൻസ് അനാട്ടമി. വാട്ട് ഈസ് ക്രാൻസ് അനാട്ടമി? വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ബൈ വാസ്കുലാർ ബണ്ടിൽസ് സറൗണ്ടഡ് ബൈ വാസ്കുലാർ ബണ്ടിൽസ് ആർ surrounded by circle of large bundle sheath cells. Circle of large bundle sheath cells. Bundle sheath cells.
ആൻഡ് ദീസ് ബണ്ടിൽ ഷീത്ത് സെൽസിന് ചുറ്റും എന്തുണ്ട്? മീസോഫിൽ സെൽസ് ഉണ്ട്. ദീസ് ബണ്ടിൽ ഷീത്ത് സെൽസ് ആർ ദീസ് ബണ്ടിൽ ഷീത്ത് സെൽസ് ആർ surrounded by mesophyll cells, surrounded by mesophyll cells, mesophyll cells, mesophyll cells. അപ്പം ആദ്യം ഒരു വാസ്കുലാർ ബണ്ടിൽ ഉണ്ടാകും, പിന്നെ അതിന് ചുറ്റും എന്തുണ്ടാവും? മീസോഫിൽ സെൽസ് ഉണ്ടാവും. അപ്പം ഇത് നിങ്ങൾ അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഒരു റഫിലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റീത്ത് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നടുക്ക് എന്തുണ്ടാവും? വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ ഉണ്ടാവും. നടുക്ക് നിങ്ങൾ ഈ ഒരു ചുവന്ന കളർ എന്ത് ചെയ്യുക? വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ വരയ്ക്കുക. ഇത് വാസ്കുലാർ ബണ്ടിലാണ്. അതിന് ചുറ്റും ഇനി എന്തുണ്ടാവും? ബണ്ടിൽ ഷീത്ത് സെല്ലുകൾ ഉണ്ടാവും. എന്തുണ്ടാവും? ബണ്ടിൽ ഷീത്ത് സെല്ലുകൾ, ബണ്ടിൽ ഷീത്ത് സെൽസ്, ബണ്ടിൽ ഷീത്ത് സെൽസ്. അപ്പോൾ റീത്ത് ലൈക്ക് അറേഞ്ച്മെൻറ്റ്, ബണ്ടിൽ ഷീത്ത് സെൽസ്. ഈ ലാർജ് ബണ്ടിൽ ഷീത്ത് സെൽസിന് ചുറ്റും എന്തുണ്ടാവും? മീസോഫിൽ സെൽസ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽസ്. അപ്പോൾ അത് വേറെ കളറിൽ വരയ്ക്കാം, മീസോഫിൽ സെൽസ്. അപ്പം ഇത് നടുക്കുള്ളത് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സെൽസാണ്. പിന്നെ എന്താണ്? മീസോഫിൽ സെൽസാണ്. പിന്നെന്താണ്? മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽ, മീസോഫിൽ സെൽ, മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽസ്, ഇങ്ങനെ മീസോഫിൽ സെൽസ്. അപ്പം ഇതാണ് മീസോഫിൽ സെൽസ്. അപ്പോൾ ഈ മീസോഫിൽ സെൽസ് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്തിട്ട് ഓക്സലോ അസെറ്റിക് ആസിഡ് ഇങ്ങനെ ചേർത്ത് വരയ്ക്കാം. ഓക്കെ, എല്ലാം ചേർത്ത് വരയ്ക്കാം. അപ്പോൾ ഇത് മീസോഫിൽ സെൽ. ഇതെന്താണ്? മീസോഫിൽ സെൽ, മീസോഫിൽ സെൽസ്. ഇത് ബണ്ടിൽ ഷീത്ത് സെൽ. ഇതെന്താണ്? ബണ്ടിൽ ഷീത്ത് സെൽ. ഇത് വാസ്കുലാർ ബണ്ടിൽസ്, വാസ്കുലാർ ബണ്ടിൽസ്, വാസ്കുലാർ ബണ്ടിൽ. അപ്പോൾ ഇത് റീത്ത് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. ഇതിനെയാണ് ക്രാൻസ് അനാട്ടമി, ക്രാൻസ് അനാട്ടമി, ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുന്നത്. അപ്പം ഇതെന്താണ്? നമ്മുടെ റീത്ത്, ഒരു പൂക്കളുടെ അറേഞ്ച്മെൻറ്റ്, റീത്തൊക്കെ അറേഞ്ച് ചെയ്ത പോലെയാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റീത്ത് ലൈക്ക് അറേഞ്ച്മെൻറ്റ്. റീത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് RET, റീത്ത് ലൈക്ക് അറേഞ്ച്മെൻറ്റ്. അപ്പം ഇതാണ് ക്രാൻസ് അനാട്ടമി. അപ്പം ഇവരാണ് എന്ത് ചെയ്യുക? ഈ C4 സൈക്കിൾ നടത്തുക. അപ്പോൾ ആദ്യം മീസോഫിൽ സെൽസ് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുക്കും, എന്നിട്ട് അത് ബണ്ടിൽ ഷീത്തിലേക്ക് കൊടുക്കും. അങ്ങനെ അപ്പോൾ അവിടെ വെച്ചിട്ട് RUBP C3 സൈക്കിൾ നടക്കും. രണ്ടും കൂടി ചേർന്നാണ് C4 സൈക്കിൾ. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇതിനകത്തുനിന്ന് പിന്നെ ക്രാൻസ് അനാട്ടമിയൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് റൈറ്റ് എനി ടു ഈവൻസ് ടേക്സ് പ്ലേസ് ഇൻ ദ Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനിൽ Z സ്കീമിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ നമുക്കറിയാം വെള്ളം സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ലൈറ്റ് റിയാക്ഷൻ്റെ ചെയിന് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതാനുള്ളതാണ്. ഫോട്ടോലിസിസ് നടക്കുന്നുണ്ട്, പിന്നെ എനർജി ഉണ്ടാവുന്നുണ്ട്, ATP ADP, മനസ്സിലായില്ല? ആ രണ്ട് സംഭവങ്ങളാണ്. അപ്പം ലൈറ്റ് റിയാക്ഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിനകത്ത് ഇത് കംപ്ലീറ്റ് ഇത്രയും എഴുതണമെന്നില്ല, ഇത്രയും 2 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മെയിൻ സംഭവങ്ങൾ എന്തൊക്കെയാണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്. റൈറ്റ് എനി ടു ഈവൻസ് ടേക്ക് പ്ലേസ് ഇൻ Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ. അപ്പോൾ Z സ്കീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പിഗ്മെൻറ്റ് സിസ്റ്റം 2, അതിലേക്ക് ലൈറ്റ് വരും. അപ്പം അതിൽ നിന്ന് ലൈറ്റ് എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺ വേറൊരാളിലേക്ക് പോകും, ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അതിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് ഒരു ADP എന്താകും? ATP ആകും. ഇനി ഇത് എങ്ങോട്ടേക്ക് ഇലക്ട്രോൺ കൊടുക്കും? പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്ക് കൊടുക്കും. 1 കുറച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചാൽ, അതിൻ്റെ താഴേക്ക് വരച്ചാൽ നമുക്ക് എഴുതാൻ സ്ഥലം കിട്ടും. ഇത് ഈ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് കൊടുക്കും? പിഗ്മെൻറ്റ് സിസ്റ്റം 1ലേക്ക് കൊടുക്കും. ഈ 1 വീണ്ടും ഇലക്ട്രോൺ എന്താവും? എക്സൈറ്റഡ് ആവും. അത് എങ്ങോട്ടേക്ക് പോകും? ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു NADP+നെ NADPH ആക്കി മാറ്റും.
അപ്പോൾ ഈ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ഇവിടുന്ന് ഇലക്ട്രോൺ പോയി നഷ്ടപ്പെട്ടെന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വെള്ളത്തെ സ്പ്ലിറ്റ് ആക്കും. H2O 2H++2 ഇലക്ട്രോൺ പ്ലസ് ഓക്സിജൻ. അപ്പം നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനും കിട്ടും. ലൈറ്റിൽ ഈ പരിപാടി നടക്കും. ഇവിടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ATP ആൻഡ് NADPH പ്രൊഡക്ഷൻ. ഇതാണ് എനർജി പ്രൊഡക്ഷനും പിന്നെ ഫോട്ടോലിസിസും. മെയിൻ ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് Z സ്കീം. ഇതൊരു Z പോലെയുണ്ട്. അപ്പോൾ ഈ Z സ്കീമിൽ ഇതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഇതാണ് എപ്പോഴും ചോദിക്കുക. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, ഇതാണ് ലൈറ്റ് റിയാക്ഷൻ. നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു സംഭവം എഴുതി വെച്ചാൽ മതി. എന്തൊക്കെയാണ് Z സ്കീമിൽ നടക്കുന്നത്? Z സ്കീമിൽ വെള്ളം സ്പ്ലിറ്റ് ആകും. അപ്പോൾ നിങ്ങളിത് എഴുതി വെച്ചാൽ മതി. ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ. ലൈറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ പിഗ്മെന്റ് സിസ്റ്റം 1-2 ലീഡ്സ് ടു സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻടു H+, ഇലക്ട്രോൺ ആൻഡ് ഓക്സിജൻ. അതാണ് ഒന്ന് നടക്കുന്ന ഒരു ഈവൻറ്റ്. പിന്നെ അടുത്ത ഈവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഈവൻറ്റ് പിന്നെ ഇത് എഴുതിയാൽ മതി. ഫോർമേഷൻ ഓഫ് പവർ, എനർജി ഉണ്ടാവും. ATP ആൻഡ് NADPH. അപ്പോൾ ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH എന്ന് പറഞ്ഞാൽ മതി. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതിലൂടെ മൂവ് ചെയ്യുമ്പോൾ പിഗ്മെന്റ് സിസ്റ്റം 2ൽ നിന്നും 1ലേക്ക് മൂവ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ആ എനർജി എന്ത് ചെയ്യും? യൂസ് ചെയ്തിട്ട് ATP ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ എനർജി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാം. നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ പ്ലാന്റിന് എവിടുന്ന എനർജി കിട്ടുന്നത്? അത് സൂര്യനിൽ നിന്നാണ്. സൂര്യൻ്റെ ലൈറ്റ് ഇല്ലേ, ഈ ലൈറ്റ് ഇത് പിടിച്ചെടുത്തു. അപ്പോൾ ലൈറ്റ് തരുന്ന എനർജിയാണ്. അത് കാരണം ഇലക്ട്രോൺ എന്ത് ചെയ്തു? ചാടിപ്പോയി. അപ്പോൾ ആ ഇലക്ട്രോൺ എനർജി കിട്ടിയതാണ്. ഈ ലൈറ്റിൻ്റെ എനർജി ആർക്ക് കിട്ടി? ഇലക്ട്രോണിന് കിട്ടി. ഇലക്ട്രോൺ ചാടിപ്പോയപ്പോൾ ആ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഇലക്ട്രോണിൻ്റെ അടുത്ത് ഇപ്പോഴും എനർജി ഉണ്ട്. ഇലക്ട്രോൺ പിന്നെ എന്ത് ചെയ്തു? പിന്നെ വീണ്ടും പിഗ്മെന്റ് സിസ്റ്റം 1ലേക്ക് വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി കുറഞ്ഞു. ആ എനർജി ഇലക്ട്രോണിൻ്റെ അടുത്ത് ഈ ലൈറ്റിൽ നിന്ന് കിട്ടിയ എനർജി വെച്ചിട്ടാണ് ഇലക്ട്രോൺ മുകളിലേക്ക് ചാടിയത്. ആ ഇലക്ട്രോണിൻ്റെ ഉള്ള എനർജിയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചത്. അപ്പോൾ ആക്ച്വലി സൂര്യൻ്റെ ലൈറ്റാണ് ഇവിടെ പ്ലാന്റ് സ്റ്റോർ ചെയ്ത് വെച്ചത് എനർജി ആക്കിയിട്ട്. എന്നിട്ട് അപ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി പിടിച്ചെടുത്തു. അപ്പോൾ ഇലക്ട്രോൺ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ താഴ്ന്ന ലെവലിലേക്ക് പോകും. പിന്നെയും ഇതും ലൈറ്റ് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺ വീണ്ടും മുകളിലേക്ക് ചാടും. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ അടുത്ത് എനർജി ഉണ്ട്. കാരണം ഇത് ലൈറ്റ് പിടിച്ചെടുത്ത ലൈറ്റിൻ്റെ എനർജിയാണ്. ആ എനർജി ഉപയോഗിച്ചിട്ട് ഇവിടെ NADPH ഉണ്ടാക്കുകയാണ്. ഇതും എനർജിയുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ സൂര്യൻ്റെ ലൈറ്റ് ഇലക്ട്രോൺ പിടിച്ചിട്ട് ഇലക്ട്രോണിൻ്റെ അടുത്ത് നിന്ന് പ്ലാന്റ് പിടിച്ചിട്ട് ATPയും NADPHും ആക്കിയതാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് ഉള്ള സംഭവങ്ങൾ. അപ്പം ഇതാണ് എനർജി. അപ്പോൾ എനർജി സംഭവങ്ങൾ. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം സ്പ്ലിറ്റ് ആവും, ഫോട്ടോലിസിസ് ഓഫ് വാട്ടറും, രണ്ടെന്ന് എനർജി പ്രൊഡക്ഷൻ ATP ആൻഡ് NADPH പ്രൊഡക്ഷൻ എഴുതിയാൽ മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ്. ഇത് വെള്ളം സ്പ്ലിറ്റ് ആകുന്നത്. ഇത് പഠിച്ചാൽ ലൈറ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇതിനകത്തുള്ളത്. സോ ഇനി ഇതിനകത്ത് പിന്നീട് കാൽവിൻ സൈക്കിൾ എന്തൊക്കെയാണ് ഉള്ളത്, അതിലെ മെയിൻ സ്റ്റേജുകൾ പറയാനാണ്. അപ്പോൾ കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ലൈറ്റ് റിയാക്ഷനിൽ എനർജി ഉണ്ടായല്ലോ, ആ എനർജി ഉപയോഗിച്ചിട്ട് ഇനി എന്ത് ചെയ്യും? RuBp കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കും. എന്നിട്ട് എന്തായി മാറും? കാർബോക്സിലേഷൻ നടത്തിയിട്ട് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാകും. ഇതെന്താണ്? അപ്പോൾ C3 സൈക്കിൾ ചോദിക്കാറുണ്ട്. ഇതാണ് C3 സൈക്കിൾ. കാൽവിൻ സൈക്കിള് അല്ലെങ്കിൽ അതന്നെ 3PGA 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്താണ്? ഡാർക്ക് റിയാക്ഷനിലെ C3 സൈക്കിൾ എന്ന് ചോദിക്കും. പിന്നെ ട്രയോസ് ഫോസ്ഫേറ്റ് എന്നാണ് നിങ്ങളുടെ NCERT-ലുള്ളത്, അല്ലെങ്കിൽ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്ന് പറയാം. അതിൽ നിന്ന് എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. അതിൽ നിന്ന് എന്തുണ്ടാവും? ഗ്ലൂക്കോസ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അടിയിലേക്ക് ഒരു ആരോ ഇട്ടിട്ട് ഗ്ലൂക്കോസ് എന്ന് എഴുതാം. പിന്നെ ഇങ്ങോട്ടേക്ക് റീജനറേഷൻ RuBp എന്ന് എഴുതാം. അപ്പോൾ ഇതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ദിസ് ഈസ് C3 സൈക്കിൾ. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് C3 സൈക്കിൾ. C3 സൈക്കിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഫസ്റ്റ് RuBp അതെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്തിട്ട് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാക്കും.
അതിൽ നിന്ന് എന്ത് ചെയ്യും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയും. നിങ്ങൾ NCERT-യിൽ എന്താണ് ട്രയോസ് ഫോസ്ഫേറ്റ്. അതിൽ നിന്ന് പിന്നെ ഗ്ലൂക്കോസ് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പം ഇത് അങ്ങോട്ടേക്ക് തന്നെ പോയിട്ട് RUBP-യുടെ റീജനറേഷനും നടക്കും. RUBP-യുടെ റീജനറേഷൻ വീണ്ടും അതുണ്ടാവണ്ടേ. ഇതെന്താണ് ഇത് കാർബോക്സിലേഷനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്ന സ്റ്റെപ്പിനെ നമ്മൾ എന്താ പറയുക കാർബോക്സിലേഷൻ. ഈ സ്റ്റെപ്പ് ഇത് റിഡക്ഷനാണ്. ഇതെന്താണ് റിഡക്ഷൻ സ്റ്റെപ്പ്. അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണ് ഇതിനകത്തുള്ളത്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇതാണ് C3 സൈക്കിൾ. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. പിന്നെ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇത് നിങ്ങൾക്കറിയാം. ഒറ്റ സെക്കൻഡ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് എവിടെ? സൈക്ലിക്കിൽ എന്താണ്, നോൺ സൈക്ലിക്കിൽ എന്താണ്? അപ്പോൾ നിങ്ങൾക്കിത് അറിയാവുന്നതാണ്. നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് സൈക്ലിക്കിൽ എന്താണ്? സൈക്ലിക്കാണ് ഇവിടെ. ഒന്നിൽ സൈക്ലിക്കാണ്, അതായത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇലക്ട്രോൺ എന്താണ് സൈക്ലിക്കാണ്. ഇവിടെ അപ്പോൾ ഇലക്ട്രോൺസ് എന്താണ് നോൺ സൈക്ലിക്കാണ്. അതായത് Z സ്കീം നോൺ സൈക്ലിക്കാണ്. പിഗ്മെൻറ്റ് സിസ്റ്റം ഇത് നമ്പർ ഓഫ് സൈക്ലിക്കിൽ നമ്പർ ഓഫ് ഫോട്ടോ സിസ്റ്റംസ് എന്താണ് പിഗ്മെൻറ്റ് സിസ്റ്റം 1 മാത്രമേ ഉള്ളൂ. നോൺ സൈക്ലിക്കിൽ എന്തുണ്ട് 1 and 2 ഉണ്ട്. പിന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇവിടെ എന്താണ് സൈക്ലിക്കിൽ ആബ്സെൻ്റ് ആണ്. ഇവിടെ വെള്ളം സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. നോൺ സൈക്ലിക്കിൽ എന്താണ് പ്രസൻ്റ് ആണ്. അത് തിരിച്ചാണ് കേട്ടോ. സൈക്ലിക്കിൽ അപ്പോൾ ഇവിടെ പ്രസൻ്റ് ആണ്. അത് ഇങ്ങോട്ടേക്ക് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. അപ്പം ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എവിടേക്ക് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ സൈക്ലിക്കാണ്. ഏതിൽ സൈക്ലിക്കിൽ അപ്പം ഇത് ഫോട്ടോഫോസ്ഫോറിലേഷനാണ്. സൈക്ലിക്കും ഉണ്ട്, നോൺ സൈക്ലിക്കും ഉണ്ട്. അപ്പം ഇതിൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിങ്ങനെ എഴുതാം. ഇതെങ്ങനെ എഴുതാമെന്നറിയാം. ഇങ്ങനെ എഴുതാം. ഇവിടെ എന്താക്കുക ഫോട്ടോഫോസ്ഫോറിലേഷനാണ് മെയിൻ ഹെഡിങ്. മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനുമാണ്. ഇത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇവിടെ സൈക്ലിക്കിൽ എന്ത് ചെയ്യും ഇലക്ട്രോൺസ് സൈക്ലിക് ആയിട്ടാണ് പോവുക. ഇവിടെ ഇലക്ട്രോൺസ് നോൺ സൈക്ലിക് ആയിട്ടാണ് പോവുക. ഇവിടെ നമ്പർ ഓഫ് ഫോട്ടോ സിസ്റ്റം എന്താണ് പിഗ്മെൻറ്റ് സിസ്റ്റം 1, അതായത് ഒരു ഫോട്ടോ സിസ്റ്റം. ഇവിടെ പിഗ്മെൻറ്റ് സിസ്റ്റം 1 and 2. പിന്നെ ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എന്താണ് ഇല്ല. ഇവിടെയാണത് എന്ത് ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ആബ്സെൻ്റ് ആണ്. D എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ആബ്സെൻ്റ് ആണ്. ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ അവർ പ്രസൻറ്റ് എന്നാണ്. ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്തപ്പോൾ മാറിയതായിരിക്കും. പ്രസൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. പിന്നെ അപ്പോൾ ഇതും അതിനകത്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ഇതെന്താ സംഭവം എന്നറിയോ? ഇതാണ് ഇവിടെ ഈ പിക്ചർ ഞാൻ അതിനകത്ത് പിക്ചർ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇവിടെ ഈ ഒരു എന്താ ഉണ്ടാവുക എന്നറിയാം മീസോഫിൽ സെല്ല്. ഇവിടെ എന്ത് കാണിക്കും മീസോഫിൽ സെല്ല് എന്ന് കാണിക്കും. ഇവിടെ എന്ത് കാണിക്കും ബണ്ടിൽ ഷീത്ത് സെല്ല് എന്ന് കാണിക്കും. ബണ്ടിൽ ഷീത്ത് സെല്ല്. എന്നിട്ട് ഇവിടെ നിങ്ങൾ PEP കാണിക്കും. ഇവിടെ ഓക്സലോ അസെറ്റിക് ആസിഡ് കാണിക്കും. എന്നിട്ട് ഓക്സലോ അസെറ്റിക് ആസിഡിൽ നിന്ന് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ C3 സൈക്കിൾ എന്ന് കാണിക്കും RUBP. അപ്പം സെല്ല് A ഏതാണ് സെല്ല് B ഏതാണ്? അപ്പോൾ ആക്ച്വലി ഇവിടെ എന്ത് ചെയ്തിട്ടില്ല സെല്ലിൻ്റെ പേര് വരെ തരില്ല. 2 ബോക്സിൽ സെല്ല് A B എന്ന് പറഞ്ഞ സെല്ല് തരും. എന്നിട്ട് C4 പാത്ത് വേണമെന്ന് പറയും. അപ്പോൾ A ഏതാണെന്ന് ചോദിക്കും, A ഏതാണെന്ന് ചോദിക്കും, B ഏതാണെന്ന് ചോദിക്കും. A നിങ്ങൾക്കറിയാം എന്താണ് മീസോഫിൽ സെല്ലാണ്. B എന്താണ് ബണ്ടിൽ ഷീത്ത് സെല്ലാണ്. ഇനി ഈ പാത്വേയിൽ ഉണ്ടാകുന്ന ആസിഡ് C4 ആസിഡ് ഏതാണ്? C4 ആസിഡാണ് ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഈ പാത്വേയിൽ ഉണ്ടാകുന്ന C4 ആസിഡാണെന്ത് ഓക്സാലോ അസെറ്റിക് ആസിഡ്. പിന്നെ ചോദിക്കും C4 ആസിഡിൻ്റെ ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈം ഏതാണ്? എൻസൈമിൻ്റെ പേരാണ് പെപ്കേസ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്. ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈം. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇത് കാൽവിൻ സൈക്കിൾ തന്നതാണ്. ഇത് അറേഞ്ച്മെൻറ്റ് ചെയ്യാനാണ്. നെയിം 3 സ്റ്റേജസ് ഓഫ് കാൽവിൻ സൈക്കിൾ ഗിവൺ ബിലോ. ഏതൊക്കെയാണ് കാൽവിൻ സൈക്കിൾ? നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് കാർബോക്സിലേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് RUBP എന്താവും
കാർബോക്സിലേഷൻ, പിന്നെ എന്താണ് 3 PGA ഉണ്ടാകും, പിന്നെ എന്താണ് റിഡക്ഷനാണ്, പിന്നെ എന്താണ് റീജനറേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് കാർബോക്സിലേഷൻ, പിന്നെ റിഡക്ഷൻ, പിന്നെ റീജനറേഷനാണ്. എന്തുകൊണ്ടാണ് ഇതിനെ C3 സൈക്കിൾ എന്ന് വിളിക്കുന്നത്? കാരണം ഇതിലുണ്ടാകുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണ്? 3 കാർബൺ. ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഈസ് എന്താണ്? 3 കാർബൺ കോമ്പൗണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് കാൾഡ് C3 സൈക്കിൾ. ഇൻ കാൽവിൻ സൈക്കിൾ ഇതിനെ കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കാറുണ്ട്. ഇതിന് എന്തുകൊണ്ട് C3 സൈക്കിൾ എന്ന് വിളിച്ചാൽ കാൽവിൻ സൈക്കിളിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് എന്താണ്? 3 കാർബൺ കോമ്പൗണ്ടാണ്. C4 സൈക്കിളിലോ അവിടെ ഓക്സാലോ അസറ്റിക് ആസിഡാണ്, 4 കാർബൺ കോമ്പൗണ്ടാണ് ഫസ്റ്റ് കോമ്പൗണ്ട്. അതുകൊണ്ട് അത് C4 സൈക്കിളാണ്. ഇത് C3 സൈക്കിളാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇതാണ് ഇതിനകത്ത് ഇനിയുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ടേ അതിനകത്ത് റിവിഷനിലോട്ട് പോകാം. പിന്നെ റെസ്പിറേഷൻ്റെ ഒരു ഇതുപോലെ ഒരു സൈക്കിൾ പഠിക്കാണ്ട്, അതും എളുപ്പമാണ്. ഇതുപോലെ ഒരു സൈക്കിളാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ആ സൈക്കിള് അല്ലെങ്കിൽ അത് വേറെ ക്ലാസ് ചെയ്യാം. അടുത്ത ക്ലാസ് തൊട്ട് റിവിഷൻ തുടങ്ങാം കേട്ടോ. എന്നാൽ ഇന്ന് ചെയ്തോളൂ. ഓക്കെ.